സ്നേഹവീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു AR ട്രേഡേഴ്സ്. പെയിന്റ് ആൻഡ് ഹാർഡ്വെയർസിന്റെ വർണ്ണ വിസ്മയ ലോകം. ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ. വീടുകൾ മനോഹരമാക്കാൻ ബർജർ പെയിന്റിന്റെ വർണ്ണ വിസ്മയ ലോകം തീർത്തുകൊണ്ട് AR ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു. AR ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ, പഴയന്നൂർ ഹൈസ്കൂൾ റോഡ്, AR കോംപ്ലക്സ്. തിരുവല്ലാമല ലക്കിടി പ്രധാന പാതയിൽ പൊതുജനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തി മദിരാശി മരം. തിരുവല്ലാമല അമ്പലവഴിയിലെ റോഡരികിലുള്ള മദിരാശി മരം പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്നതായി പരാതി. തിരുവല്ലാമല ലക്കിടി പ്രധാന പാതയിൽ അമ്പലവഴിയിലാണ് പൊതുജനങ്ങൾക്ക് ഭീഷണിയായി മദിരാശി മരം തല ഉയർത്തി നിൽക്കുന്നത്. മരത്തിന്റെ ചില്ലകൾ കനം കൂടി പൊട്ടി വീഴാറായ നിലയിലാണ്. ഈ മരത്തിന്റെ ശാഖകളുടെ സമീപം വൈദ്യുത ലൈനും കടന്നുപോകുന്നതും നിരവധി പൊതുജനങ്ങൾക്ക് ബസ് കാത്തിരിപ്പിനായി എത്തുന്ന ബസ് വെയിറ്റിംഗ് ഷെഡും സമീപത്ത് തന്നെയാണ്. സമീപ പ്രദേശത്ത് വീടിന് മുകളിലേക്ക് ശാഖ ചാഞ്ഞു നിൽപ്പുണ്ട്. ഈ മരം പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് ഇതൊന്ന് മുറിച്ചു മാറ്റി കിട്ടേണ്ടതാണ്. ഈ ഇടയ്ക്ക് കൊമ്പ് പൊട്ടി റോട്ടിൽ വീണിട്ട് ഞങ്ങളതൊക്കെ രാത്രി 5-5:30 മണിയാകുമ്പോൾ ഒക്കെ പിടിച്ച് ഇങ്ങോട്ട് മുറിച്ചു മാറ്റിയിട്ടാണ് വണ്ടികളൊക്കെ പോയത്. പിന്നെ വണ്ടികളിൽ കൊമ്പ് തട്ടുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിൽ പടപടാന്ന് ഇങ്ങനെ അടിച്ചിട്ട് പോയിട്ട് ഞങ്ങൾ കറണ്ടുകാരോട് പറഞ്ഞിട്ട് അവർ ഈ ഭാഗത്തേക്കുള്ള ഒരു കൊമ്പ് മുറിച്ചു തന്നത്. അതിന് ശേഷം കുറെ സമാധാനമുണ്ട്. പക്ഷെ കാറ്റും മഴയും വരുമ്പോൾ കൊമ്പ് പൊട്ടി വീഴുക. ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ കമ്പി പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ പെര ഇങ്ങേ സൈഡിലാണെങ്കിലും ആ സൈഡിലും ഓട്ടുപരയുണ്ട്, ഈ സൈഡിലും ഓട്ടുപരയുണ്ട്. എന്തെങ്കിലുമൊക്കെ വീഴുമ്പോൾ ഞങ്ങളുടെ പെരയ്ക്ക് ഉടനെ പരിക്ക് പറ്റാൻ സാധ്യത കൂടുതലാണ്. പിന്നെ 4 കൂടി ലൈനായിട്ട് ഇതിന് കമ്പി പോകുന്ന സ്ഥലമാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് വീണ് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര അപകട സാധ്യതയുണ്ട്. ഇതും വീട്ടിലുള്ളവർക്ക് ഭയാശങ്കയാണ് സമ്മാനിക്കുന്നത്. കൂടാതെ ഈ പ്രദേശം 4 കൂടിയ ജംഗ്ഷനുമാണ്. ഇവിടെ നിന്നാണ് തിരുവല്ലാമല ക്ഷേത്രത്തിലേക്കുള്ള റോഡും എരവത്തൊടി ഭാഗത്തേക്കുള്ള പാതയും പിരിയുന്നത്. എന്റെ വക്കത്താണ് ഞങ്ങളുടെ വീട്. ഒരു വലിയൊരു മദിരാശി മരമുണ്ട് ഇവിടെ. ഇത് രാത്രി മുഴുവൻ കാറ്റത്ത്, രാവും പകലും കാറ്റത്ത് ആടിയിട്ട് പൊട്ടി വീണു. ഒരു കൊമ്പ് പൊട്ടി വീണു. കഴിഞ്ഞ ആഴ്ച വലിയ ലോറി പോകുമ്പോ പൊട്ടി വീണതാണ്. തമിഴ്നാട് ലോറി പോകുമ്പോ പൊട്ടി വീണതാണ്. ഞാനുണ്ടായി കൊമ്പ് മാറ്റി വഴി ബ്ലോക്കായി മാറ്റാൻ. കാറ്റ് വീശുമ്പോൾ ഞങ്ങൾക്കൊന്നും ഉറക്കമില്ല. ഈ മറ്റേ മാരിയമ്മൻ കോവിന്റെ ഇറക്കത്തിൽ ഇതുപോലെ വലിയൊരു മൂച്ചിയുടെ കൊമ്പ് പൊട്ടി വീണു. ഒരു കാറിന്റെ മേലെ വീണു കാലപ്പള്ളിയുടെ 2 ദിവസം മുന്നേ. അത് വലിയൊരു അപകടം ഒന്ന് ഒഴിവായി പോയി. കാറിന് ചെറിയൊരു പരിക്കാൻ പറ്റിയുള്ളൂ, കുഴപ്പമില്ല. അതുപോലെ ആയിരിക്കും ഇതൊന്നും പേടിച്ചു. തൽക്കാലം അതിന്റെ കൊമ്പുകളൊന്നും ഇറക്കിത്തരാൻ ഒന്ന് സഹായിക്കണം. അതിനാൽ തന്നെ നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും സഞ്ചരിക്കുന്ന പ്രധാന ഭാഗമാണ്. വാട്ടർ അതോറിറ്റിയുടെ പൊതുടാപ്പും ഇവിടെ മരത്തിനു സമീപം തന്നെ ആയതിനാൽ കൂടുതലായി പ്രദേശത്തെ വനിതകൾക്കാണ് മരം മൂലമുള്ള ഭയപ്പാടുള്ളത്. അടുത്തുള്ള ചായക്കട നടത്തി ഉപജീവനം നടത്തുന്ന വീട്ടിലെ കുടുംബാംഗങ്ങൾക്കും രാത്രിയായാലും ഉറക്കമില്ലാത്ത അവസ്ഥയാണ്. ചങ്കിടുപ്പോടു കൂടിയാണ് തങ്ങൾ കഴിയുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. KSEB, പഞ്ചായത്ത് എന്നുവേണ്ട വിവിധ തലങ്ങളിൽ പരാതികൾ പല തവണ നൽകിയെങ്കിലും ഫലം കണ്ടില്ലെന്നും ഈ മഴക്കാലത്ത് ദുരിതം വരാതിരിക്കുന്നതിനായി മരത്തിന്റെ കൊമ്പുകളെങ്കിലും മുറിച്ചുമാറ്റി തരണമെന്നും ഇവർ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ വെള്ളം പിടിക്കാൻ ആൾക്കാർ വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കടക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ക്രോസ് ചെയ്ത് കടക്കുമ്പോ പിന്നെ അമ്പല റോഡാണ്. അമ്പലത്തിലേക്ക് പോകുമ്പോ അമ്പലത്തിൽ പോയി വന്നവരിങ്ങോട്ട് തെരുവിലേക്ക് എരുവത്തോടി ഭാഗത്തേക്ക് ഇറങ്ങി പോകുമ്പോ അവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ 4 കൂടിയ റോഡാവുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ വീട് ഇവിടെ ഓട്ടുവരെ ആവുകൊണ്ട് എപ്പോ വേണമെങ്കിലും കാറ്റടിച്ചാൽ അങ്ങോട്ട് പടിഞ്ഞാട്ട് തള്ളി വരും. അവിടുന്ന് ഇങ്ങോട്ട് കാറ്റ് തള്ളിയ വീടിന്റെ മുകളിലേക്ക് കാറ്റ് വരും. അങ്ങനെ എപ്പോ വേണമെങ്കിലും വീഴാനുള്ള സാധ്യതയുണ്ട്. ചോട്ടിൽ തന്നെയാണ്. പിന്നെ പശുക്കളും കണ്ടമാനം പശുക്കളും വന്ന് നിൽക്കും. പിന്നെ അമ്പലക്കാളകൾ വന്ന് നിൽക്കും, ജനങ്ങൾ വന്ന് നിൽക്കും, സ്കൂൾ കുട്ടികൾ വന്ന് നിൽക്കും. ഭയങ്കര ബുദ്ധിമുട്ടായുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എത്രയും പെട്ടെന്നൊന്ന് മുറിച്ചു കിട്ടിയ നന്ദി. CCV ന്യൂസ്, തിരുവല്ലാമല.